ഉള്ളതുകൊണ്ട് എന്നെ നോക്കാൻ അമ്മ ഇങ്ങനെ കൊണ്ട് കിടത്തിയിട്ട് പോകും. അപ്പൊ ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൂപ്പൻ രാഗം പാടുമായിരുന്നു എന്റെ മുമ്പിലിരുന്ന്. ഞാൻ പറയുന്ന അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ, എനിക്ക് അറിവുണ്ടോ ഒന്നും അറിയില്ല, ഒരു വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ അപ്പൂപ്പൻ അത്രയും രാഗം അപ്പൂപ്പന്റെ എക്സസൈസ് എന്നുള്ള രീതിയിൽ എന്നെ കിടത്തി പാടുമായിരുന്നു. എല്ലാവർക്കും ഒരു തോന്നണം അച്ഛനുണ്ടല്ലോ എളുപ്പമല്ലേ. ഞാൻ എന്റെ അച്ഛൻ തന്നെ 54ാമത്തെ വയസ്സിലാണ് അച്ഛൻ ഒരു പ്ലേ ബാക്ക് പാടുന്നത്. ആ അച്ഛന് എനിക്ക് കൊണ്ട് ഒന്നും സ്വന്തമായിട്ട് റെക്കമെൻഡ് ഒരു കാര്യം ചെയ്യാത്ത ആള് എനിക്ക് എന്റെ അച്ഛന് ശ്രീനാഥിന്റെ മ്യൂസിഷ്യൻ ആണെന്ന് കണ്ട്, പിന്നെ ശ്രീനാഥിന്റെ ഫുൾ ഫാമിലി മ്യൂസിക് അത്രയും, ഈവൻ ഞങ്ങളുടെ ഫാമിലിയെക്കാളും എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഡെഡിക്കേറ്റഡ് മ്യൂസിഷ്യൻസ് ആണ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മ്യൂസിക് തന്നെ പാരമ്പര്യമായി കിട്ടിയ ഒരു കലാകാരി, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച പ്ലേബാക്ക് സിംഗർ ജി ശ്രീറാമിൻ്റെ മകളും കൂടിയാണ് പ്ലേബാക്ക് സിംഗർ കാഞ്ചന ശ്രീറാം. നമസ്കാരം. ഹലോ, വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സുഖമായി പോകുന്നു, പാട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ പോകുന്നു, കുറച്ച് വർക്ക്സ് ഒക്കെ പാടുന്നുണ്ട്. ഇപ്പൊ എറണാകുളത്ത് വന്നിട്ട് ഒരു 5 years ആവാൻ പോകുന്നു. ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ട്രിവാൻഡ്രം ഒരു കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അതെ അതെ അതെ, ട്രിവാൻഡ്രം കുറച്ചും കൂടെ നമ്മൾ ആ ജനിച്ചു വളർന്ന സ്ഥലം എന്നുള്ള ഇതില്. പക്ഷെ എറണാകുളം നല്ല വൈബാണ്, രസമുണ്ട്. ഇപ്പം ഞാൻ അച്ഛനെ കുറിച്ച് നേരത്തെ പറയണ്ടായി, കാരണം അച്ഛൻ ഒരുപാട് പാട്ടുകൾ പാടിയാലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കാറ്റേ കാറ്റേ നീ പൂക്കാ മരത്തിൽ, ഒരു ഭയങ്കര ഓളം സൃഷ്ടിച്ച ഒരു പാട്ടാണ് അച്ഛന്റെ ഫസ്റ്റ്. അതെ അതെ, ഫസ്റ്റ് സോങ് ആയിരുന്നു അച്ഛന്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു അത്. പ്ലേ ബാക്കിലെ ഫസ്റ്റ് സോങ് ആയിരുന്നു. വിജയലക്ഷ്മിയുടെ ചേച്ചിയുടെ ആ പാട്ടുകൾ, അച്ഛൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണല്ലോ ചെറുപ്പകാലം വളർന്ന് വന്നത്. അപ്പം എത്രമാത്രം അച്ഛൻ പാട്ടിൽ, ഇപ്പം മോള് പാടുന്ന പാട്ടിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്? തീർച്ചയായിട്ടും അച്ഛൻ്റെ പാട്ടുകൾ കേട്ട് തന്നെയാണ് മീൻസ് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ, അത് അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, എല്ലാവരും നമ്മൾ ഫാമിലി ആയതിനാൽ അത് വലിയൊരു പ്രിവിലേജ് തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയും. അത് കാരണം ജനിച്ച അപ്പം മുതൽ പാട്ട് കേട്ട് തന്നെയാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ അപ്പൂപ്പൻ എൻ്റെ 1 വയസ്സിൽ മരിച്ചുപോയി. ചേർത്തലാർ ഗോപാലൻ നായർ കർണാട്ടിക് മ്യൂസിഷ്യനായിരുന്നു. പക്ഷെ ആ 1 വയസ്സിനുള്ളിൽ തന്നെ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടിട്ടുള്ള അപ്പൂപ്പൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിരുന്നു ഞാൻ ജനിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ പാടാൻ ബുദ്ധിമുട്ടായിരുന്ന സംഭവം. അപ്പം ഡോക്ടർ അപ്പൂപ്പനോട് വോക്കൽ എക്സസൈസ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ആ ഒരു സമയത്തും അപ്പൂപ്പൻ അത് റെഡിയാക്കണം എന്നുള്ളതുകൊണ്ട് എന്നെ നോക്കാൻ അമ്മ ഇങ്ങനെ കൊണ്ട് കിടത്തിയിട്ട് പോകും. അപ്പൊ ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൂപ്പൻ രാഗം പാടുമായിരുന്നു എന്റെ മുമ്പിലിരുന്ന്. ഞാൻ പറയുന്ന അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ, എനിക്ക് അറിവുണ്ടോ ഒന്നും അറിയില്ല, ഒരു വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ അപ്പൂപ്പൻ അത്രയും രാഗം അപ്പൂപ്പന്റെ എക്സസൈസ് എന്നുള്ള രീതിയിൽ എന്നെ കിടത്തി പാടുമായിരുന്നു. അപ്പൊ അപ്പൂപ്പന്റെ ക്ലാസ്സസ് ഒന്നും എനിക്ക് അധികം കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 1 വയസ്സിന് മുമ്പ് അപ്പൂപ്പൻ ക്ലാസ്സസ് എടുക്കുമായിരുന്നു. ഇപ്പം ചിലപ്പോൾ അമ്മയുടെ വയറിനുള്ളിൽ കേട്ടിട്ടുണ്ടാവാം. അമ്മുമ്മ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അമ്മുമ്മയുടെ ക്ലാസ്സസ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അമ്മുമ്മയാണ് ആദ്യത്തെ ഗുരു. 5 വയസ്സിൽ അമ്മുമ്മയെ തുടങ്ങിച്ചത്. അപ്പൊ അത് കേൾക്കുമായിരുന്നു. പിന്നെ ഈ ഗാനമേളകൾ അച്ഛന്റെ ആ സമയത്ത് അച്ഛൻ എന്നും മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഗാനം. അപ്പൊ അതിനൊക്കെ എന്നെ കൊണ്ടുപോകും കുഞ്ഞിലെ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ അച്ഛൻ എന്നെ ഉറക്കുന്നത് ആ ഗാനമേളയുള്ള പാട്ട് ഞാൻ പറയും. ഇത് അപ്പം പണ്ടത്തെ എനിക്ക് പാട്ട് ഇപ്പോഴും എനിക്കറിയില്ല. ഹിന്ദി ഒരു ദോസ് ദോസ് എന്ന് പറഞ്ഞൊരു പാട്ട്, പിന്നെ കാറ്ററിയില്ല കടലറിയില്ലയുടെ പകുതി വരെ, അത് കഴിഞ്ഞാൽ കരയും ഞാൻ. എനിക്ക് ഇമോഷണൽ പാട്ടാണ് അത് കുഞ്ഞിലെ. അപ്പോ അത് അങ്ങനെ ഞാൻ തന്നെ ചൂസ് ചെയ്യും, ഇന്ന പാട്ട് വേണം. ഇങ്ങനെ തോളത്ത് കിടത്തി ഒരു പാട്ടല്ല, കുറെ എണ്ണമുണ്ട്. പച്ച ഉറങ്ങിന്ന് വിചാരിച്ച അച്ഛൻ ഇങ്ങനെ അനക്കുമ്പോ ഇനിയും കാറ്ററിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിപ്പിക്കും. അപ്പൊ അതൊക്കെ കേട്ടാവുകൊണ്ട് മ്യൂസിക്കിലേക്ക് എപ്പോഴും കൂടെ തന്നെ ഉണ്ട് കുഞ്ഞിലെ തന്നെ അച്ഛൻ. പക്ഷെ വീട്ടിൽ അങ്ങനെ അച്ഛൻ പാടുകയോ പ്രാക്ടീസ് അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പ്രോഗ്രാംസും അതുകൊണ്ട് കുഞ്ഞിലെ ഈ സ്റ്റേജുകളും ഒക്കെ നമ്മുടെ ഫെമിലിയർ ആയിരുന്നു. പിന്നെ ആദ്യം ഞാൻ പബ്ലിക്കായിട്ട് പാടുന്നത് അച്ഛൻ്റെ ഈ ഓഫീസിലെ ഒരു ഫംഗ്ഷൻ, നമ്മുടെ ആനുവൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയില്ല ഓഫീസിൽ. അപ്പൊ അവിടെ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ വരുമ്പോൾ അങ്ങനെയാണ് ആദ്യം മൈക്കെടുത്ത് പാടുന്നത്. പിന്നെ അതുപോലെ മ്യൂസിക് ക്ലബ്സിലൊക്കെ അച്ഛൻ മെമ്പർ ആയിരുന്നു. അപ്പൊ ആ ക്ലബ് മെമ്പർ ഇതിലായിരിക്കുമ്പം കുട്ടി മോളെയും കൂടെ ഒന്ന് പാടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതാണ് എൻ്റെ ആദ്യം. ഞാൻ അതിന്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് പാടിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ പാടിയ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് അമ്മേ 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 നമ്മുടെ ആ പാട്ട്. അതെ അതെ അതെ, അത് പഴയ പാട്ടുകളുടെ മാത്രം പാടുന്ന ഒരു ക്ലബ്ബായിരുന്നു, ഗാനസ്മൃതി എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ആ ക്ലബ്ബിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പബ്ലിക് ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ കുഞ്ഞായിട്ട് പാടുന്നത്. അത് തുടങ്ങി. പിന്നെ അച്ഛൻ ദേവരാജ മാഷിന്റെ അനുസ്മരണ ഒരുപാട് ചടങ്ങുകളിൽ പാടുമായിരുന്നു. അപ്പൊ അത് അച്ഛൻ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോൾ ഈ ക്ലബ്ബിൽ ഞാൻ പാടാൻ തുടങ്ങിയത് കണ്ടിട്ട് അവർ പറഞ്ഞു എന്നാ പിന്നെ മെയിൻ സ്റ്റേജ് മോള് പാടട്ടെ വരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ VJT ഹാളിലാണ് പിന്നെ ഫസ്റ്റ് ഒരു മെയിൻ സ്റ്റേജ് എന്നുള്ള രീതിയിൽ. അത് ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് ആ ഒരു അപ്പോഴൊക്കെ ആയിരിക്കാം, എനിക്ക് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഓർമ്മയില്ല. പക്ഷെ എന്നാലും അപ്പോഴാണ് ഞാൻ പിന്നെ അതിന്റെ ആദ്യത്തെ ഒരു വലിയൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യമേ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് നല്ല നല്ല സ്റ്റേജുകൾ കിട്ടി കുഞ്ഞിലെ. മീൻസ് സീരിയസ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യുന്ന സ്റ്റേജസിൽ പാടാനുള്ള ഒരുപാട് കുഞ്ഞിലെ മുതലേ നമുക്ക് ഒരുപാട് അങ്ങനത്തെ സ്റ്റേജസ് പാടാൻ പറ്റി. പിന്നെ ലെറ്റർ ഓൺ ആണ് ഞാൻ കുറച്ചും കൂടെ, അതുവരെ മ്യൂസിക് സീരിയസ് ആയിട്ടൊരു കരിയറായിട്ട് എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. ഈ അച്ഛന്റെ ടാഗ് ലൈൻ കൂടെ വരുമ്പോഴേ അത് നമുക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും കൂടിയാണല്ലോ. അത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അതുവരെ. അച്ഛന്റെ മാത്രമല്ല അപ്പൂപ്പന്റെ ആണ് എനിക്ക് അച്ഛനേക്കാളും വലിയൊരു പേടി പോലെ ആയി കളഞ്ഞത്. അത് എനിക്ക് അപ്പൂപ്പന്റെ, കാരണം ഞാൻ BA MA മ്യൂസിക് ആയിരുന്നു. അപ്പോൾ BA വരെയും മ്യൂസിക് എടുക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ BCom MCom വേറെ എന്തോ ലെവലിൽ പോകാനിരുന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാം മാറി BA മ്യൂസിക് ആവുന്നതും അത് ഇത്രയും പഠിക്കാനുണ്ടെന്നൊക്കെ എനിക്ക് അറിയുന്നത് തന്നെ മ്യൂസിക്കിൽ. അതുവരെ പാട്ട് പല പല ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഈവൻ പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ കുറേ പേരെടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മ്യൂസിക് ഒരു ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നൊക്കെ മനസ്സിലായത് അവിടെ എടുക്കുമ്പോഴാണ് ഇത്രയും ഉണ്ട് എന്ന് അറിയുന്നത്. അച്ഛൻ്റെ ചേച്ചി HOD ആയിട്ടാണ് റിട്ടയർ ചെയ്തത് മ്യൂസിക്കിൽ, വിമൻസ് കോളേജിൽ ട്രിവാൻഡ്രത്ത്. അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയില്. അതെ. അപ്പോൾ അച്ഛന്റെ ചേച്ചി അവിടെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വിമൻസ് കോളേജിൽ കുഞ്ഞിലെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അത് മ്യൂസിക് ആണെന്ന് ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അമ്മായി എടുത്തോണ്ട് പോകുമായിരുന്നു. അപ്പൊ ഇത് പിന്നെ ഞാൻ അവിടെ ജോയിൻ എല്ലാം മീൻസ് ഭയങ്കര നിമിത്തം പോലെ ഞാൻ പറയാം. ഞാൻ കുഞ്ഞിലെ കളിച്ച് നടന്ന സ്ഥലത്ത് ഞാൻ പഠിക്കുന്നു. അതെ. അപ്പോൾ BA ഒന്നും പ്ലാൻഡ് അല്ലാതെ BA അവിടെ ചെയ്യാൻ തുടങ്ങി. അപ്പം BA കഴിഞ്ഞപ്പം എന്തായാലും MA പഠിക്കണം. അപ്പം MA കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ. അപ്പം അവിടെ ചെന്നപ്പം ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ അത്രയും എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രഷർ ആവാൻ തുടങ്ങി. അപ്പം അതുപോലെ ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നു. അപ്പൊ ആ എക്സാമിനർ എന്നെ ചേർത്തല ഗോപാലനാരുടെ കൊച്ചുമോളായിട്ടാണ് കാണുന്നത്. ഞാൻ അവിടെ ഏതൊരു സ്റ്റുഡന്റിനെ പോലെയും ബേസിക് തത്തപുത്ത പഠിച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനിങ്ങനെ കാണാപ്പാടൊക്കെ എന്തൊക്കെയോ ഇരുന്ന് പഠിച്ചെന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാതെ ചെന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഒരു ടീച്ചർ എന്നെ കണ്ടത് എക്സ്റ്റേണൽ എക്സാമിനർ കണ്ടത് ഇത് ചേർത്തല ഗോപാലനാരുടെ കൊച്ചുമോൾ. അപ്പം ആ ഒരു അപ്പൂപ്പനെ വെച്ച് കമ്പയർ ചെയ്യും. അപ്പൊ ആ ലെവലിൽ ഞാൻ പാടിയില്ല. ഞാൻ എക്സാമിന് ഇരിക്കുമ്പോ തന്നെ പുള്ളിക്കാരി മോശമാണ്. അപ്പൂപ്പനെ ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്. ഞാൻ പാടാൻ തുടങ്ങിയപ്പോ അപ്പൂപ്പന് ഇത്രയും വലിയൊരു നാണക്കേട് ഇനിയും വേറെ വരാനില്ല. ഇത് എനിക്കത് ഭയങ്കര പ്രഷർ ഇതായി. പിന്നെ വിചാരിച്ചിരുന്നതും കൂടെ പാടാതെ അത് നമ്മള് അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് വന്നത് വേസ്റ്റ് ആയി. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെ അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കാരണം അപ്പൂപ്പൻ ഈ 18-19 വയസ്സിൽ പാടിയിരുന്നവർ കേട്ടിട്ടുണ്ടോ? അപ്പൊ അവരെങ്ങനെ അങ്ങനെ പറയാൻ പറ്റി? ഇപ്പൊ അപ്പൂപ്പന് ഇത്രയും കഴിവുണ്ട്, ഇത്രയും എനിക്ക് ചിലപ്പോ ഉണ്ടാവില്ല. അത് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര പ്രഷർ തന്നെയായിരുന്നു. അപ്പൂപ്പന്റെ വെച്ചിട്ട് കർണാട്ടിക് പാടുമ്പോ ഇപ്പോഴും അപ്പൂപ്പൻ അമ്മുമ്മ ആ കമ്പാരിസൺസ് ഒരുപാട് വരാറുണ്ട്. പിന്നെ പ്ലേ ബാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഫിലിം പാടുമ്പോ അച്ഛന്റെ കമ്പാരിസൺ വരും. അപ്പൊ അത് വരുമ്പോഴാണ് ഇഷ്യൂ വേണ്ടായിരുന്നു, ഒരു വലിയ പ്രശ്നം. അത് ഒരു തലവേദന, ഭയങ്കര പ്രഷറാ. കുറെ ഇത് വരും നമുക്ക്, എക്സ്പെക്ടേഷൻ. ഒന്നും ഇല്ലാത്തൊരു ഫാമിലി എന്ന് വരുമ്പോ നമുക്ക് കുട്ടി പാടുന്നുണ്ട് വലിയ ഇതിപ്പോ അപ്പൂപ്പന്റെ ലെവലായില്ല. ആ ഒരു കമ്പാരിസൺ ഭയങ്കര. ഈവൻ സിംഗേഴ്സിന്റെ മക്കൾ അത് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണത്. പിന്നെ എല്ലാവർക്കും ഒരു തോന്നൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എല്ലാവർക്കും ഒരു തോന്നൽ അച്ഛനുണ്ടല്ലോ എളുപ്പമല്ലേ. ഞാൻ എന്റെ അച്ഛൻ തന്നെ 54-ാമത്തെ വയസ്സിലാണ് അച്ഛൻ ഒരു പ്ലേ ബാക്ക് പാടുന്നത്. ആ അച്ഛന് എനിക്ക് വേണ്ടി ഒന്നും സ്വന്തമായിട്ട് റെക്കമെൻഡ് ഒരു കാര്യവും ചെയ്യാത്ത ആള് എനിക്ക് വേണ്ടി എന്റെ പാട്ട് പോലും അങ്ങനെ പുള്ളി വേറൊരാളെ കാണിക്കുകയോ കേൾപ്പിക്കുകയോ ഒന്നും. പക്ഷെ എല്ലാരും വിചാരിക്കുന്ന അച്ഛനുള്ളതുകൊണ്ട് എളുപ്പമാണ് ഇൻഡസ്ട്രിയില്. അതൊരു കോമൺ ടോക്കാണ്. ഈവൻ സിംഗേഴ്സിന് മാത്രമല്ല ആക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മുടെ കഴിവ് ഇപ്പം അഭിനയിച്ചാലും അത് കമ്പയർ ചെയ്യും. അച്ഛനെ കമ്പയർ ചെയ്യും, അമ്മേനെ കമ്പയർ ചെയ്യും. അത് ഒരുപാട് ഫീൽഡിലുള്ള ഒരു ഓൾ ഇന്ത്യ റേഡിയോയില് B ഗ്രേഡ് ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ലൈറ്റിനും ഇതിനും
ഡിവോഷണൽ മ്യൂസിക്കിനും. കർണാട്ടിക്കിന് കൊടുക്കാൻ ധൈര്യമില്ല, അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് മെന്റലി അയ്യോ ഞാൻ ഓക്കെ അല്ല എന്നൊരു, ഞാൻ എല്ലാത്തിനും ബാക്കൗട്ട് ആവുന്ന ഒരാളാണ്. അച്ഛൻ്റെ അതേ സ്വഭാവമാണ് ഈ ഒരു കാര്യത്തിൽ. പക്ഷെ അവരുടെ മുമ്പിൽ പാടണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കൗട്ട് ആവുന്ന ഒരു സ്വഭാവമാണ്. അപ്പം കർണാട്ടിക് പഠിച്ചെങ്കിൽ ഇപ്പം എന്നെ പഠിപ്പിക്കുന്ന അരുന്ധതി ആന്റിയാണ്, ഡോക്ടർ ബി അരുന്ധതി. അപ്പൊ അരുന്ധതി ആന്റി വരെ പറയും കച്ചേരിയൊക്കെ ചെയ്യണ്ടേ, ഒന്ന് റെഡി അന്ന് ആവണ്ടേ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആവുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ചെയ്യണം എപ്പോഴെങ്കിലൊക്കെ പതുക്കെ. ഇത് ആർട്ടിസ്റ്റ് ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയത് ഇതിലാണ്, ലൈറ്റ് മ്യൂസിക്കിനും ഡിവോഷണലിനും. ഇപ്പൊ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ മ്യൂസിക് കൂടെ തന്നെ ഉണ്ട്. പിന്നെ എപ്പോഴും ഇതൊരു പാഷനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അത് ആക്ച്വലി എം എ ഒക്കെ ആവുമ്പോഴാണ് ഓക്കെ പാട്ട് കുഴപ്പമില്ല എടുക്കാം എന്നുള്ളൊരു ഇതിൽ വരുന്നത്. അതുവരെ അപ്പോഴും നമ്മൾ ഒരു മെയിൻ പ്രൊഫഷൻ പറ്റുമോ എന്താണെന്ന് പറയാം. അതിൽ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാനിപ്പോൾ കല്യാണം കഴിച്ച ഒരാളും കൂടെ തന്നെയാണ്. പുള്ളി മെയിനായിട്ട് ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഓക്കെ അത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് എന്നൊരു ഐഡിയ വരുന്നത്. കാരണം എൻ്റെ അച്ഛൻ മ്യൂസിക്കാണ് പ്രൊഫഷൻ അതല്ല. അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയില് ജോലിയുള്ള അപ്പൂപ്പൻ ഓൾ ഇന്ത്യ റേഡിയോയില് ജോലിയുണ്ട്. പക്ഷെ മ്യൂസിക് കൊണ്ടുപോകും അങ്ങനെയായിരുന്നു. പക്ഷെ അച്ഛൻ ഈ ജോലി ഉണ്ടായോണ്ട് എത്രത്തോളം 100% മ്യൂസിക്കിൽ ഇറങ്ങാൻ പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛന്റെ കാര്യത്തില് ഭയങ്കര പാടായിരുന്നു അത്. അച്ഛൻ അതുകൊണ്ടാണ് കുറെ ലേറ്റർ ഓൺ ആണ് വന്നത്. ഇപ്പോഴച്ഛന് ഇതാ പ്രോഗ്രാംസിനൊക്കെ പോകാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സമയത്ത് ലീവ് കിട്ടില്ല. അപ്പൊ അതെനിക്ക് വേണ്ടായിരുന്നു. ജോലി കളഞ്ഞിട്ട് ഭയങ്കര രണ്ടും ഈക്വലി പോകാൻ ഭയങ്കര പാടാ. അപ്പോ ശ്രീനാഥ് എന്ന ഹസ്ബൻഡ് പേര്. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും ഓക്കെ ഒരു ട്രൈ കൊടുക്കും. ശ്രീനാഥിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ അറിയാം നമുക്ക്. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടതൊക്കെ? ഞങ്ങള് ശ്രീനാഥ് എന്നെ ഒരു ഇവന്റിന് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാം ഭയങ്കര ഒരു ഡെസ്റ്റിനി വർക്ക് ചെയ്ത ഒരു ഇതാണ് ഞങ്ങളുടെ. എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ്. പിന്നെ ലൈക്ക് കുറെ വർഷങ്ങൾ ശ്രീനാഥിന് എന്നെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശ്രീനാഥിനെ ആദ്യം കാണുന്നത്, ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണുന്നു. അത് ശ്രീനാഥിന്റെ ബ്രദറിൻലോ സഞ്ജു ശിവറാം ആക്ടറാണ്. സഞ്ജു ചേട്ടനും ഒരു അവാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അവാർഡ് ഉണ്ടായിരുന്നു കാറ്റയ്ക്ക് ഒരു ഇവന്റിന്. അപ്പൊ ആ അവാർഡ് ഷോയിന് ഞാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ശ്രീനാഥ്, പക്ഷെ ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ശ്രീനാഥ് എങ്ങനെയോ ഇൻഡയറക്ട്ലി ഫ്രണ്ട് ആവുന്നത്. ഞാനാണെന്ന് അറിയാതെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ശ്രീനാഥ് ഒരു ഇവന്റിന് വെച്ച് കണ്ട് ഫ്രണ്ട്സ് ആയി. അപ്പോഴാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് മനസ്സിലായി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സൈക്കോളജിക്കൽ മൂവ് ഇല്ല, ശ്രീനാഥിന് അറിഞ്ഞൂടായിരുന്നു അത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹൈദരാബാദ് സെറ്റിൽഡ് ആണ്, ജനിച്ചു വളർന്ന കുട്ടി. അപ്പൊ ഹൈദരാബാദിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു കോമ്പറ്റീഷനിൽ ആ കുട്ടി മത്സരിക്കുന്നു. ശ്രീനാഥ് വെസ്റ്റ് ബംഗാളിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഇവര് ഫ്രണ്ട്സ് ആയി. ചുമ്മാ ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു, ഇന്ന കോളേജിൽ ആ കുട്ടി പഠിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ശ്രീനാഥ് അയ്യോ ഇത് അതല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ പിന്നെ അതും കഴിഞ്ഞ് 2 years കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഞാൻ ശ്രീനാഥും ഫേസ്ബുക്കിലാണ് പരിചയപ്പെടുന്നത്. പിന്നെ നേരെ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. വൈകിയില്ല, 3 to 4 years കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. പക്ഷെ പേരൻസ് ഒക്കെ അറിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ലവ് മാരേജ് എന്ന് പറയാൻ പറ്റും. ഒരു മാട്രിമോണിയൽ സൈറ്റിന് പകരം ഫേസ്ബുക്ക് സൈറ്റ് ആയിരുന്നു എന്നുള്ള വ്യത്യാസം. എന്റെ അച്ഛന് ശ്രീനാഥിന്റെ മ്യൂസിഷ്യൻ ആണെന്ന് കണ്ട്, പിന്നെ ശ്രീനാഥിന്റെ ഫുൾ ഫാമിലി മ്യൂസിക് അത്രയും, ഈവൻ ഞങ്ങളുടെ ഫാമിലിയെക്കാളും എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഡെഡിക്കേറ്റഡ് മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് ഫാമിലിയിലേക്ക് തന്നെ ഞാൻ പോകുന്നു എന്നുള്ളത് അച്ഛന് കുറച്ചും കൂടെ ഒരു, അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഭയങ്കര സീരിയസ് അത്രയും. ഇപ്പൊ ശ്രീനാഥിന്റെ അച്ഛനായാലും മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്കിളിന് വേറെ ഒന്നിനേക്കാളും വലുത് മ്യൂസിക്കാണ്. അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകളെ, മ്യൂസിക്കിനെ, പാട്ടുകളെ അങ്ങനെ കാണുന്നവരാണ്. അപ്പോൾ ഈവൻ ശ്രീനാഥിന്റെ അമ്മയായാലും പാടും. ചേച്ചി ഭയങ്കര നല്ല സിംഗറാണ്. അപ്പൊ ഇവരെല്ലാരും മ്യൂസീഷ്യൻസ്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആക്ടർ. അപ്പൊ ഇവർ കലാപരമായി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കും അതൊരു നല്ല ഒരു ശ്രീനാഥ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ്, ഗസൽ സിംഗർ ആണ്. പിന്നെ ഇതൊന്നും അല്ലാത്തൊരു ഫീൽഡ് മലബാറിക്കസ്, സിതാര കൃഷ്ണകുമാർ സിത്താരേച്ചിയുടെ പ്രോജക്ട് മലബാറിക്കസിലെ കീബോർഡിസ്റ്റും വോക്കലിസ്റ്റും ആണ്. ഒരു കർണാട്ടിക്കും ഒരു ഹിന്ദുസ്ഥാനി. അതെ അതെ. പിന്നെ നിങ്ങളുടെ പുതിയ ബാൻഡ് ഉണ്ടല്ലോ അല്ലേ? ഞാൻ ശ്രീനാഥിന്റെ ഒരു സ്വന്തം ഗ്രീൻ റൂം ടേപ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിന്റെ കുറച്ച് ഷോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ കർണാട്ടിക് ഹിന്ദുസ്ഥാനി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് ഒരു സൂര്യ കൃഷ്ണമൂർത്തി സാറുമായിട്ട് സൂര്യയുടെ ഒരു 5-6 ഷോ ഞങ്ങൾ ചെയ്തു കേരളത്തിലെ പല സ്ഥലത്തായിട്ട്.
അതല്ലാതെ സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിരുന്നില്ല. സൂര്യയും വേറെ കുറച്ച് ടീമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആയിരുന്നു, 5 ഷോ. അപ്പോൾ പക്ഷെ ആ സൂര്യ ഫെസ്റ്റിവലിന്റെ ആ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ വരുന്നായിരുന്നു. പക്ഷെ ട്രിവാൻഡ്രത്ത് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലത്തായിട്ട് അങ്ങനെ ഒരു 5-6 അത് ചെയ്തു. അതല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ കുറച്ച് ഷോസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഗസൽ ശ്രീനാഥും ഞാനും കുറച്ച് ഗസൽസ് പാടും, ഞാൻ കർണാട്ടിക്കും അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോസ് ചെയ്യുന്നുണ്ട്. ബോംബെയിലൊക്കെ ഞങ്ങൾ 2 ചെയ്തു. ഇനിയും 2-3 വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ഒരെണ്ണം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമില്ലാതെ ചെയ്തു വരുന്നു. പിന്നെ ഞാൻ അതല്ലാതെ വേറെ ബാൻഡ്സിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലാതെ അച്ഛൻ്റെ കൂടെ വേറെ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ. പ്ലേബാക്കിങ്ങിലോട്ട് എങ്ങനെയാണ്, ഏത് സമയത്താണ് വന്നത്? പ്ലേബാക്ക് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് ഇതുപോലെ അച്ഛനോട് ആരോ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഒരു വോയിസ് ടെസ്റ്റിന് മോളെ കൊണ്ടുവരുമോ, ഒരു ചിൽഡ്രൻസ് മൂവിയാണ്, ചിത്രക്കുഴൽ എന്നാണ് മൂവിയുടെ പേര്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അത് ടെസ്റ്റ് ഒന്നും ആയിരുന്നില്ല, അത് തന്നെ എടുക്കുമായിരുന്നു. 2-3 കുട്ടികൾ ഒരുമിച്ച് പാടിയതാ. പിന്നെ ആ സോങ് ഇറങ്ങിയോ ഇല്ലേന്നൊന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അല്ല 6th പഠിക്കുമ്പോൾ പാടി, ദെൻ 8th പഠിക്കുമ്പോഴാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ഈ ചിത്രക്കുഴൽ, ഈ പാട്ട് ഞാൻ അങ്ങനെ അത് ഇറങ്ങി. അത് അശ്വിൻ എന്ന് പറഞ്ഞ ചേട്ടൻ മ്യൂസിക് ചെയ്തത്. അത് ഏറ്റവും ഭാഗ്യം കാവാല നാരായണ പണിക്കർ സാറാ എഴുതിയത്. അപ്പൊ ആ സാറിന്റെ വരികൾക്കും നല്ല ട്യൂണും ആയിരുന്നു, ഭാഗ്യം കിട്ടി അത്. അപ്പൊ ആ പാട്ട് ആയിരുന്നു ആദ്യത്തെ പാട്ട് പ്ലേ ബാക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ 2 പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു മെയിൻ ഒരു ഇതിൽ പാടുന്ന ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില്, അത് ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ പഴയ അമരം എന്ന് പറഞ്ഞ മൂവിയിലെ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്ന് പറഞ്ഞ പ്രെയർ ഉണ്ട്, അത് ഗപ്പിയിലും ഉണ്ട്. ഗപ്പിയിൽ ഒരു പെൺകുട്ടി സ്കൂള് കാണിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രെയർ ഉണ്ട്, അത് ഞാൻ പാടാൻ ഭാഗ്യം ലഭിച്ചു. വിഷ്ണു വിജയ് ചേട്ടൻ വിളിച്ചതായിരുന്നു. പിന്നെ വേറെയും കുറെ ലാംഗ്വേജസിൽ പാടിയ പാട്ടില്ലേ? അത് ഈ അടുത്ത് JSK എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറിന്റെ ആ മൂവിയില് പാടി. അത് ഞാനും ശ്രീനാഥിന്റെ ചേച്ചിയും കൂടെയാ പാടിയത്, സന്നിധാനന്ദൻ ചേട്ടനും. അത് ഇതുപോലെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി വിളിച്ചതാ, ചിരം എന്ന് പറഞ്ഞ ഇറങ്ങാൻ പോണു. ആ സിനിമയ്ക്ക് പാടാൻ പോയപ്പോ ചേച്ചിയുടെ കൂടെ കുഞ്ഞിനെ ചേച്ചിയുടെ മോനെ നോക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയതാ. അങ്ങനെ എന്നെയും കൂടെ പാടിച്ചു. അപ്പൊ ആ സിനിമയ്ക്ക് പാടിയപ്പോ ഗിരീഷ് നാരായണൻ എന്നാ മ്യൂസിക് ഡയറക്ടറിന്റെ പേര്. അപ്പൊ ഗിരീഷ് ഏട്ടന് ഞങ്ങളുടെ ആ കോംബോ ഇഷ്ടപ്പെട്ടിട്ട് JSKയിലേക്ക് ഞങ്ങളെ വിളിച്ചു. അതിൽ 4 ലാംഗ്വേജിൽ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോപി സുന്ദർ സാറിന്റെ ഒരു കോരഗജ്ജ എന്ന് പറഞ്ഞൊരു മൂവി, അത് കന്നഡ മൂവിയാണ്. അതിന്റെ മലയാളം ആൻഡ് തമിഴ് ഇതിൽ പാടി, വേർഷനിൽ പാടി. അതും സോങ് ഇറങ്ങി, സിനിമ ഇറങ്ങിയിട്ടില്ല. 4 ലാംഗ്വേജസിൽ ഏതൊക്കെയാ? മലയാളം 4 പാടി. മലയാളം, തെലുങ്ക്, കന്നഡ പാടിയോ? എനിക്ക് പെട്ടെന്ന് അല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇത് കന്നഡ പാടിയില്ല. ഏത് JSKയില്. അപ്പൊ ഈ കന്നഡത്തിലൊക്കെ ഡിക്ഷനൊക്കെ എങ്ങനെ? കന്നഡ ഞാൻ പാടിയില്ല. തെലുങ്കൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു. മറ്റേ ലിറിസിസ്റ്റ് വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പൊ അത് നോക്കി ഞങ്ങള് ഏകദേശം കുഴപ്പമില്ലാതെ പാടി. അതിപ്പോ 3 പേര് ഉള്ളതായോണ്ട് ഹെൽപ്പായി. പിന്നെ ഏറ്റവും ഒരു ഹിറ്റ് ആയത് നൂലാമാല എന്ന് പറഞ്ഞിട്ട് തൃശങ്കു എന്ന് പറഞ്ഞ പാട്ടിന്റെ സിനിമയില് ഒരു പാട്ടായിരുന്നു. അത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയ ഒരു പാട്ടായിരുന്നു. ഫുൾ ഒരു അടിച്ചുപൊളി അങ്ങനത്തെ. നമുക്ക് ആ പാട്ടിന്റെ എന്തായാലും കേൾക്കാം. നൂലാമാല പാലം കേറി വയ്യാവേലിക്കുള്ളിൽ ചാടി, കണ്ണും കാതും ചുറ്റും നീട്ടി, ആരെ കാണുവാൻ വേറെ ഏതോ ദൂരെ നാട്ടിൽ, ആളും കോളും കൂടും നേരം, വായാടി യു ഗിവ് ആൻ ആൻസർ, വേർ ആർ യു ബേബി. അങ്ങനത്തെ ഒരു നല്ലൊരു മൂഡ് പാട്ടായിരുന്നു. അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട്. പിന്നെ JSKയുടെ പാട്ട് ഭയങ്കര ഒരു ഫോക്ക് ഹാർഷ് ആയിട്ട് പാടുന്ന അങ്ങനത്തെ ഒരു പാട്ട്. കോരഗജ്ജ മെലഡിയാണ്, പക്ക ഒരു ഡുവറ്റ് ആണ്. ഞാൻ വിജേഷ് ഗോപാൽ വിജേഷേട്ടൻ്റെ കൂടെയുള്ള ഒരു മെലഡി ആയിരുന്നു. പിന്നെ പാടിയതാണ് ഇപ്പൊ ഗിരീഷേട്ടന്റെ തന്നെ 40കളിലെ പ്രണയം എന്ന് പറഞ്ഞൊരു മൂവി ഇപ്പൊ അടുത്തിറങ്ങി, ലാസ്റ്റ് അതാ ഇറങ്ങിയത്. അത് ഒരു പക്ക
പക്ക ഒരു മെലഡി, ഒരു നല്ല സോങ് ആണ്. അത് പാടാനുള്ള ഭാഗ്യം കിട്ടി. അതിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ മറ്റേ സ്പോട്ടിഫൈയിലൊന്നും ഇറങ്ങിയിട്ടില്ല, യൂട്യൂബിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ. അതിൻ്റെ ആ സോങ്ങിനും നല്ല ഒരു അഭിപ്രായം കിട്ടി. അത് പക്ക ഒരു കവിതാ മോഡലിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മെലഡി, വളരെ മെലഡി ആയിട്ടുള്ള ഒരു പാട്ട്. അത് ഒടുവിലായി നീ വന്ന വഴികളിൽ ഞാനിന്ന് തിരയുന്നു, ഒടുവിലായി നീ വന്ന വഴികളിൽ ഞാനിന്ന് തിരയുന്നു, പരസ്പരം പങ്കിട്ട നിഴലുകൾ നല്ല മെലഡിയാണ് അത്. ആ ഫിലിമും ആക്ച്വലി അത് OTT-ലൊക്കെ ഇറങ്ങും 40കളിൽ പറയണേ. നല്ലൊരു മൂവിയാണ്. ഫുൾ മ്യൂസിക് ത്രൂ ആണ്. കുറേ പാട്ടുകളുണ്ട്, 7-8 പാട്ടുകളും ഉണ്ട്. അപ്പം അത്രയും പാട്ടുകളിലൂടെയാണ് ഫിലിം പോകുന്നത്. നല്ല പാട്ടുകളുമാണ് ഗിരീഷേട്ടൻ്റെ. അപ്പം അത് പാടാൻ ഭാഗ്യം ലഭിച്ചു. ഇതിൻ്റെ വരികളും വളരെ രസമാണ് അത് കേൾക്കാൻ. നല്ല ഒരു നമ്മുടെ ഒരു പാർട്ട്ണറും പോയി അതിന് ശേഷമുള്ള ഒരു വരികളാണത്. അപ്പൊ അതിന്റെ ഭയങ്കര മീനിങ് ഫുൾ ആണത്. അത് രമേശ് എസ് മകൈരം എന്ന് പറഞ്ഞ സാറ് തന്നെയാണ് ഫിലിമും എടുത്തിരിക്കുന്നത്. സാറിന്റെ വരികളുമാണത്. നല്ല പാട്ടാ അത് പാടാൻ പറ്റി. ഇനി ചിരം ഇനി ഇറങ്ങാനുണ്ട്. പ്ലേ ബാക്കിങ്ങിലോട്ട് സമയത്താണ് വന്നത്? പ്ലേ ബാക്ക് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇനൊരു ഇതിൽ പാടുന്ന ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില്, അത് ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ പഴയ അമരം എന്ന് പറഞ്ഞ മൂവിയിലെ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്ന് പറഞ്ഞ അച്ഛൻ പറയും, അച്ഛനും അമ്മയും പറയും. അതല്ലാതെ അങ്ങനെ ഒരു ഭയങ്കര മ്യൂസിക് ഡിസ്കഷൻസ് അങ്ങനെ. പക്ഷെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആ ശ്രീനാഥിന്റെ അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് ഫുൾ ടൈം മ്യൂസിക്കാണ്. നൂലാമല പാലം കേറി വയ്യാവേലിക്കുള്ളിൽ ചാടി